ഡൽഹിയിൽ പഴഞ്ചൻ വാഹനങ്ങൾ മൂലമുണ്ടാകുന്ന മലിനീകരണം കുറക്കാൻ രാജ്യ തലസ്ഥാനത്ത് വാഹനങ്ങൾക്ക് ഇന്ധന നിയന്ത്രണം കൊണ്ടുവരുന്നു. 10 വർഷത്തില് കൂടുതല് പഴക്കമുള്ള ഡീസൽ വാഹനങ്ങൾക്കും 15 വർഷത്തില് കൂടുതല് പഴക്കമുള്ള പെട്രോൾ വാഹനങ്ങൾക്കും ജൂലൈ 1 മുതൽ ഡൽഹിയിലെ പമ്പുകളിൽ നിന്നും ഇന്ധനം ലഭിക്കില്ല. കമ്മീഷൻ ഫോർ എയർ ക്വാളിറ്റി മാനേജ്മെന്റ് (CAQM) നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് നടപടി. എൻഡ് ഓഫ് ലൈഫ് വാഹനങ്ങൾക്ക് ഇന്ധനം വിൽക്കുന്നത് 2025 ജൂലൈ 1 മുതൽ പൂർണ്ണമായും നിർത്തിവയ്ക്കാനാണ് ഡൽഹി സർക്കാരിന്റെ നീക്കം. ഡൽഹിയിൽ നടപ്പാക്കുന്ന നിയന്ത്രണം അടുത്ത ഘട്ടമായി നവംബർ 1 മുതൽ ഗുരുഗ്രാം, ഫരീദാബാദ്, ഗാസിയാബാദ്, ഗൗതം ബുദ്ധ് നഗർ, സോനബദ് തുടങ്ങിയ മേഖലകളിലേക്കും 2026 ഏപ്രിൽ 1 മുതൽ എൻസിആറിന്റെ ബാക്കി ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കാനാണ് നീക്കം നടക്കുന്നത്. ഡൽഹിയിൽ ഉള്ള വാഹനം രാജ്യത്ത് എവിടെ രജിസ്റ്റർ ചെയ്തതാണ് എന്ന് പരിഗണിക്കാതെയാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത്. അതേസമയം സർക്കാർ നീക്കത്തിന് എതിരെ ഡൽഹിയിലെ കാറുടമകൾക്കിടയിൽ വ്യാപക പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മേഖലയിലെ 44% കാർ ഉടമകൾക്കും സർക്കാർ നീക്കത്തോട് എതിർപ്പാണെന്നാണ് ലോക്കൽ സർക്കിൾ സർവേയെ ഉദ്ധരിച്ച് നവമാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. പലരുടെയും കൈവശമുള്ള വാഹനം കാലപ്പഴക്കം കൊണ്ട് നിയന്ത്രണ പരിധിക്ക് ഉള്ളിൽ വരുമെങ്കിലും മികച്ച പ്രവർത്തനക്ഷ ഉള്ളവയാണ്. 15 വർഷത്തേക്ക് നികുതി ഉൾപ്പെടെ ഒടുക്കി സ്വന്തമാക്കിയ വാഹനങ്ങൾ നിയന്ത്രണങ്ങളുടെ പേരിൽ ഒഴിവാക്കേണ്ടിവരുന്നത് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നതാണെന്നും വാഹന ഉടമകൾ പറയുന്നു. നിയന്ത്രണം കർശനമാക്കിയാൽ ഇന്ധനം നിറയ്ക്കാൻ മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കേണ്ടിവരുമെന്നും അവർ പറയുന്നു. ന്യൂസ് 4 വേണ്ടി ജിൻസി കുര്യൻ.